വിശുദ്ധൻ്റെ തല അങ്ങ് ചാവുകടലിൽ. നിങ്ങൾ കേൾക്കൂ, ഈ വിവരണം നിങ്ങൾ കേൾക്കൂ, കാൽ നിറച്ച് ഒരുപാട് ആല് വളർന്ന് 27 വർഷങ്ങളായി ഇത് ഉപയോഗിക്കാതിരിക്കുന്ന വീടാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇത് വളരെ കാട് പിടിച്ച് കിടന്ന ഒരു വീടായിരുന്നു. കാടും പ്രേതബാധ വാഴ ഉണ്ടെന്നുണ്ടെങ്കിലും പറയാം, ആ രീതിയിലാണ്. അപ്പോൾ ഒരുപാട് വേരും കാര്യങ്ങളൊക്കെ ഇവിടെ വളർന്നു നിന്നതാണ്. അത് എടുത്തതിലൂടെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ആ ഒരു പ്രാരാബ്ദവും ബുദ്ധിമുട്ടൊക്കെ എന്താണ്, രണ്ട് വാക്കിലൊന്ന് പറയാൻ സാധിക്കുമോ? പണിയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇത് വൃത്തിയാക്കി എടുക്കണമെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി പാടായിരുന്നു. പാടെന്ന് പറയാൻ നല്ല ഹെവി പാടായിരുന്നു. അത്രയ്ക്ക് ഈ വേരും കാര്യങ്ങളും മരങ്ങളും ആ മരമൊക്കെ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വലിയ മരമായിട്ടാണ് നിന്നത്. പിന്നെ ഒരു കഷ്ടപ്പെട്ട് അതൊക്കെ മാറ്റിയെടുത്ത് ഏകദേശം ഈ സെറ്റപ്പിലാക്കി. നമ്മൾ ഏത് വർക്കായാലും ചെയ്യാനായിട്ട് പിന്നെന്ത്, ഏത് വർക്കാണെങ്കിലും നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തോളൂ. കൊച്ചു മേശ്ശേരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മേശ്ശേരി ഇത് തന്നെ മുതലാളി പറഞ്ഞല്ല, സംഭവം ഭയങ്കര റിസ്ക്കാണ്. കാരണം എല്ലാം വേരില്ലേ. അതെ അതെ, ആലിൻ്റെ വേരെന്ന് പറയുമ്പോൾ കയറി കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിലും കയറുക. ഓരോ സ്ഥലത്ത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ചെറിയ വേരും വലിയ വരുമല്ലോ, എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റി എല്ലാം മൂലം വേരാണ്. അതെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ വിശുദ്ധൻ്റെ തല ചാവുകടലിലാണെന്ന്? അതായത് വിശുദ്ധരെന്ന് നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വകയുണ്ട്, പണമുണ്ട്, ആർഭാടങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്കങ്ങനെയില്ല. വിശുദ്ധത ഞങ്ങളുടെ മനസ്സിലാണെന്ന് നിങ്ങൾ ഓർക്കുക. അങ്ങനെ ലോകത്തെ കബളിപ്പിക്കപ്പെടുന്നവൻ്റെ തല ചാവുകടലിൽ പോയി വിടട്ടെ, പക്ഷെ ഞങ്ങളുടെ തല എന്നും നിങ്ങൾ പ്രതിഷ്ഠിക്കും. ഇതൊരു അസാധാരണമായ ഒരു പണി. കൃഷ്ണ കൺസ്ട്രക്ഷൻ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. താങ്ക് യു സോ മച്ച്.